ഇത് അനീഷ് ഭായ്, നമ്മുടെ അലിഖാൻ്റെ ഫ്രണ്ടാണ്. ഇദ്ദേഹം 2008 തൊട്ട് ഇവിടെ ഉണ്ട്. 2008 തൊട്ട് ജൂബയിൽ ഇദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ട് വർക്ക് ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ മാർക്കറ്റിലേക്ക് പോയി, ജൂബ മാർക്കറ്റിലേക്ക്. ഇത് അവിടുത്തെ ഫിഷ് മാർക്കറ്റാണ്. നമ്മുടെ മാർക്കറ്റിലൊക്കെ നമുക്ക് പാവിരിച്ച് കിടന്നുറങ്ങാം, അത്രയും നല്ല വൃത്തിയാണ് ഇവിടുത്തെ മാർക്കറ്റ്. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റിലേക്ക് പോയി. അത്യാവശ്യം നല്ല റഷായിട്ട് നിൽക്കുന്നൊരു സമയത്താണ് നമ്മൾ ചെല്ലുന്നത്. അദ്ദേഹം കുറേ ഫ്രൂട്ടും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളും കുറച്ച് അവക്കാഡോയും പൈനാപ്പിളൊക്കെ നമ്മളും മേടിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഇദ്ദേഹം പറഞ്ഞത് ഒരു മലയാളി ഹോട്ടലുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളി ഹോട്ടൽ ഉണ്ടാവുന്നതാണല്ലോ. അങ്ങനെ നമ്മൾ മലയാളി ഹോട്ടലിലേക്ക് ചെന്നു. ആലുവക്കാരൻ ഒരു ജോസഫേട്ടനാണ് നമ്മുടെ കടയുടെ ഓണർ. അദ്ദേഹം മുന്നേ കാർട്ടം എന്ന് പറഞ്ഞ നോർത്ത് സുഡാനിലായിരുന്നു. അവിടുന്ന് യുദ്ധമൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ബിസിനസ്സെല്ലാം അവസാനിപ്പിച്ച് അവിടുന്ന് പോരേണ്ടി വന്നു. അദ്ദേഹം ആ യുദ്ധത്തിൻ്റെ സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ട കഥയും അദ്ദേഹം അനുഭവിച്ച ദുരിതങ്ങളുടെ കഥയൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നൊരു തന്തൂരിയും മട്ടൻ കറിയും നാനൊക്കെ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് കഴിച്ചു. ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്ത് തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോഴാണ് അറിയുന്നത് ബാക്കിൽ വെച്ചിരുന്ന ഏകദേശം 1.5 ലക്ഷം സുഡാൻ പൗണ്ടിൻ്റെ പച്ചക്കറി ആരോ എടുത്തുകൊണ്ട് പോയി. മോഷണം ഇവിടെ ഒരു സ്ഥിരം ഇതാണ്. നമ്മൾ മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ പച്ചക്കറി ആരും എടുത്ത് കൊണ്ടുവന്ന് കരുതിയില്ല. വീണ്ടും പോയി പച്ചക്കറി എല്ലാം മേടിച്ച് നമ്മൾ റൂമിലെത്തി കുറച്ച് കഴിഞ്ഞ സമയത്താണ് ഇവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്ന കുറും എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും ബ്രദറും വന്ന് നമ്മളെ നൈലിൻ്റെ കരയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അലിക്ക നൈൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ മുന്നേ ഒരു പ്രാവശ്യം വന്നതുകൊണ്ട് നൈൽ കണ്ടിട്ടുണ്ടായിരുന്നു. നൈലിൻ്റെ തീരത്തെത്തി നമ്മളിങ്ങനെ ഏകദേശം ഒരു ചായയൊക്കെ കുടിച്ച് സായാഹ്നമൊക്കെ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഒരു ഇവിടുത്തെ സൗത്ത് സുഡാൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയും കൃഷിനെ പറ്റിയൊക്കെ അവരായിട്ട് സംസാരിച്ചിരുന്നു. മാവാണ് ഇവിടുത്തെ ഒരു മെയിൻ കൃഷി. ഒരുപാട് മാവുണ്ട്. നമ്മൾ കൊജോക്കുന്ന് വാവിലേക്ക് വരുന്ന സമയത്തും ഒരുപാട് മാവുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സീസണല്ല, എന്നാലും ചില മാവിലൊക്കെ മാങ്ങ കാണുന്നുണ്ട്. നൈലിൻ്റെ തീരത്ത് ഇതുപോലെ കുറേ കഫേകളും ബാറുകളൊക്കെ ഉണ്ട്. ഇവിടെ വൈകുന്നേരം വന്നിരുന്ന ഒരു ചായ കുടിക്കലാണ് ഇവരുടെ മെയിൻ ഹോബി. അങ്ങനെ നമ്മുടെ ഏകദേശം സൗത്ത് സുഡാനിലെ എല്ലാ പരിപാടികളും തീർത്ത് നാളെ നമ്മൾ വീണ്ടും ദുബായിലേക്ക്.